ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്നൊരു വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഫസ്റ്റ് നമ്മുടെ എഗ്ഗ് വെള്ളക്കരും മഞ്ഞക്കരും മാറ്റി വെച്ചിട്ട്, ഇപ്പോൾ വെള്ളയാണ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. നല്ല അടിച്ചടിച്ച് പതയാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ക്രീം പോലെ ആവണം, വെള്ള പരുവൊക്കെ ആവണം കേട്ടോ. നമുക്ക് തൈര് കടയണ പോലെയൊക്കെ കടഞ്ഞു കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് വിടാതെ ഒരു 5-8 മിനിറ്റൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതുപോലെ ഒരു ക്രീമായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഷുഗർ പൊടിച്ചതുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്തിട്ട് ഇളക്കാം. നല്ല കട്ടിയുണ്ട്. ഇളക്കുന്ന സമയത്ത് അപ്പോൾ ഒരു മോഡൽ തന്നെ ഇളക്കാം. ഭയങ്കര സോഫ്റ്റായിട്ട് ഇളക്കണം. നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു രീതിക്ക് ഇളക്കണം നമ്മൾ കേട്ടോ. അപ്പം മുട്ടൻ്റെ മഞ്ഞ മാറ്റി വെച്ചത് അത് നല്ലോണം ഇളക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ആ പഞ്ചസാര ഇങ്ങനെ പോയിട്ടില്ല. അപ്പോൾ നല്ലോണം അങ്ങനെ മിക്സ് ആക്കണം. നമ്മുടെ കൈക്ക് റെസ്റ്റ് കൊടുക്കരുത്, മിക്സ് ആയിക്കൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ ഓയിൽ കുറച്ച് മതി കേട്ടോ. കുറച്ച് നിങ്ങളുടെ ആവശ്യത്തിന് അളവിന് ഒഴിച്ചു കൊടുത്താൽ മതി, ഇത്രയ്ക്കൊന്നും വേണ്ട. പിന്നെ ഇതുപോലെ ഒരു ക്രീം ആവണം. നമ്മൾ ആദ്യം മൈദാമാവും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ഉപ്പും കുറച്ച് നല്ല ഉപ്പൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ മാവാണ്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നല്ല കട്ടി ഉണ്ടാവും ചേർക്കുമ്പോൾ. പിന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നല്ല കട്ടിയിൽ ഇളക്കാൻ തന്നെ പറ്റണില്ല. എന്തോ ഞാൻ ഇളക്കുന്നുണ്ട്. ഇതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇളക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഇളക്കിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇളക്കുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത്. ബാറ്റർ നമ്മൾ ആദ്യം ഒരു പാത്രം എടുക്കുക. സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് നമ്മളതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതില്ലാത്തവർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൈദാമാവ് ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇത് കുറച്ച് നേരം വെക്കാം. നമ്മൾ ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. അത് ബബിൾസ് ഒരു ചട്ടി വെച്ചിട്ട് അതിലിത് ഈ ഒരു വട്ട സാധനം വെക്കുക. ഈ വട്ട സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വെച്ചിട്ട് ഈ പാത്രം കൊണ്ട് വെച്ച് കൊടുക്കാം നമുക്ക്. വാപ്പമ്മയുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ കൂടെ. ഇതേ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തിട്ട് മൂടി കൊടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ കൂട്ടി കൊടുക്കണം കേട്ടോ കുറച്ചൊക്കെ. എന്നിട്ട് ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് പരുവത്തിൽ വന്നിട്ട് സ്പൂൺ കൊണ്ട് കുത്തി കൊടുക്കുമ്പോൾ എന്ത് സോഫ്റ്റാണെന്നറിയോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ഗ്ലാസ് കൊണ്ട് കുത്തി എടുത്തിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ആയിട്ടുണ്ട്. കാണുന്ന പോലെ നല്ല തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് ശരിക്കും അറിയും. നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കേണ്ടവർക്ക് ഉണ്ടാക്കാം, വാങ്ങേണ്ടവർക്ക് വാങ്ങിയിട്ട് കേക്കിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഐസ്ക്രീം ഇങ്ങനെ പൊടിച്ചിട്ട് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ ഗായ്സ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലെ വീഡിയോ ഇനിയും വരുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അടിപൊളി കേക്കാണ്. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ നമ്മുടെ അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഇത് മുറിച്ചിട്ട് അവൾ കൊതിപ്പെട്ടിട്ടിരിക്കുക. അപ്പം ഇനി സഹിക്കാൻ പറ്റില്ല, അവൾക്ക് കൊടുത്തതാണ് ഞാൻ. മുറിച്ചിട്ട് അവൾക്ക് കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബൈ ഗായ്സ്.